നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. ഹോശേയ പ്രവചനം 1-ാം അധ്യായം. ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ. ഉസിയാവ്, യോഥാം, ആഹാസ്, ഹിസ്കിയാവ് എന്ന യഹൂദ രാജാക്കന്മാരുടെ കാലത്തും ഇസ്രായേൽ രാജാവായി യോവാശിന്റെ മകനായ യൊരെബയാമിന്റെ കാലത്തും ബയോരിയുടെ മകനായ ഹോശേയ്ക്കുണ്ടായ യഹോവയുടെ അരുളപ്പാട്. യഹോവ ഹോശേയ മുഖാന്തരം സംസാരിച്ചു തുടങ്ങിയപ്പോൾ യഹോവ ഹോശേയോട്, നീ ചെന്ന് പരസംഗം ചെയ്യുന്ന ഒരു ഭാര്യയെയും പരസംഗത്തിൽ ജനിച്ച മക്കളെയും എടുക്കുക. ദേശം യഹോവയെ വിട്ട് മാറി കഠിന പരസംഗം ചെയ്തിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. അങ്ങനെ അവൻ ചെന്ന് ദിബ്ലയീമിന്റെ മകളായ ഗോമറിനെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ച് അവന് ഒരു മകനെ പ്രസവിച്ചു. യഹോവ അവനോട്, അവന് ഇസ്രയേൽ, ദൈവം വിതയ്ക്കും എന്ന് പേർ വിളിക്കാം. ഇനി കുറെക്കാലം കഴിഞ്ഞിട്ട് ഞാൻ ഇസ്രയേലിന്റെ രക്തപാതകങ്ങളെ യേഹൂ ഗ്രഹത്തോട് സന്ദർശിച്ച് ഇസ്രായേൽ ഗ്രഹത്തിന്റെ രാജത്വം ഇല്ലാതെയാക്കും. എന്നാൽ ഞാൻ ഇസ്രായേൽ താഴ്വരയിൽ വെച്ച് ഇസ്രായേലിന്റെ വില്ല് ഒടിച്ചു കളയും എന്ന് അരുളിച്ചെയ്തു. അവൾ പിന്നെയും ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ച യഹോവ അവനോട്, അവൾക്ക് ലോ രൂഹമ, കരുണ ലഭിക്കാത്തവൾ എന്ന് പേർ വിളിക്ക. ഞാൻ ഇനി ഇസ്രായേൽ ഗൃഹത്തോട് ക്ഷമിപ്പാൻ തക്കവണ്ണം അവരോട് ഒട്ടും കരുണ കാണിക്കയില്ല. എന്നാൽ യഹൂദാ ഗൃഹത്തോട് ഞാൻ കരുണ കാണിച്ചവരെ വില്ലുകൊണ്ടോ വാൾ കൊണ്ടോ യുദ്ധം കൊണ്ടോ കുതിരകളെ കൊണ്ടോ കുതിരച്ചേവകരെ കൊണ്ടോ രക്ഷിക്കാതെ അവരുടെ ദൈവമായ യഹോവയെ കൊണ്ട് അവരെ രക്ഷിക്കും എന്നരുളിച്ചെയ്തു. അവൾ ലോരൂഹമയെ മുലകൂടി മാറ്റിയ ശേഷം ഗർഭം ധരിച്ചു ഒരു മകനെ പ്രസവിച്ചു. അപ്പോൾ യഹോവ അവന് ലോ അമ്മി, എൻ്റെ ജനമല്ല എന്ന് പേർ വിളിക്ക. നിങ്ങൾ എൻ്റെ ജനമല്ല, ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കയില്ല എന്ന് അരുളിച്ചെയ്തു. എങ്കിലും ഇസ്രായേൽ മക്കളുടെ സംഖ്യ അളക്കുവാനും എണ്ണുവാനും കഴിയാത്ത കടൽക്കരയിലെ പൂഴി പോലെ ഇരിക്കും. നിങ്ങൾ എൻ്റെ ജനമല്ല എന്ന് അവരോട് അരുളിച്ചെയ്തതിന് പകരം നിങ്ങൾ ജീവനുള്ള ദൈവത്തിൻ്റെ മക്കൾ എന്ന് അവരോട് പറയും. യഹൂദയെയും ഇസ്രായേൽ മക്കളും ഒന്നിച്ചുകൂടി തങ്ങൾക്ക് ഒരേ തലവനെ നിയമിച്ച് ദേശത്തു നിന്ന് പുറപ്പെട്ട് പോകും. ഇസ്രായേലിന്റെ നാൾ വലുതായിരിക്കുന്നുവല്ലോ. ബേരിയുടെ മകനായ ഹോശേയ യെശയ്യാപ്രവാചകന്റെ സമകാലികനായിരുന്നു. ദൈവജനം ആത്മീക പാഠം പഠിക്കുവാൻ ഉപദേശിക്കുക മാത്രമല്ല, സാധന പാഠമാകുകയും ചെയ്ത പലരും ബൈബിളിൽ ഉണ്ട്. ഉദാഹരണം, യോബ്, യിരെമ്യാവ്, യെഹെസ്കേൽ, ദാനിയേൽ, ശദ്രക്, മേശക്, അബേദ്നെഗോ, യോന തുടങ്ങിയവർ. ഹോശേയയും ആ ഗണത്തിൽ പെട്ടയാളാണ്. ദൈവം അദ്ദേഹത്തെ ഒരു സാധന പാഠമാക്കുവാൻ, ഒരടയാളമാക്കുവാൻ തീരുമാനിച്ചു. ഉസിയാവ്, യോഥാം, ആഹാസ്, ഹിസ്കിയാവ് എന്നിവരുടെ കാലത്താണ് യെശയ്യാവ് പ്രവചിച്ചത്. ഹോശേയ ആ 4 പേരുടെ കാലത്തും ഇസ്രായേൽ രാജാവായ യോവാശിന്റെ മകനായ യൊരെബയാമിന്റെ കാലത്തും പ്രവചിച്ചു. ദൈവം ഹോശേയോട്, ദൈവജനം ദൈവത്തെ വിട്ട് പരസംഗം ചെയ്യുന്നത് കൊണ്ട് അവരെ ഒരു പാഠം പഠിപ്പിക്കാൻ നീ പോയിട്ട് പരസംഗം ചെയ്യുന്ന ഒരു സ്ത്രീയെയും അവളുടെ മക്കളെയും എടുക്ക എന്ന് കൽപ്പിച്ചു. ഹോശേയ പോയി രെബളയീമിന്റെ മകളായ ഗോമറിനെ വിവാഹം കഴിച്ചു. അവൾക്കുണ്ടായ ആദ്യ മകന് ദൈവം വിതയ്ക്കും എന്നർത്ഥമുള്ള ഇസ്രയേൽ എന്ന് പേർ വിളിക്കാൻ പറഞ്ഞു. പിന്നെ ഉണ്ടായ മകൾക്ക് കരുണ ലഭിക്കാത്തവൾ എന്നർത്ഥമുള്ള ലോരൂഹമ എന്ന് പേരിടാൻ പറഞ്ഞു. വടക്കേ രാജ്യമായ ഇസ്രായേലിനോട് ഞാൻ കരുണ കാണിക്കാതെ ഉന്മൂലനാശം വരുത്തും എന്ന് ദൈവം പറഞ്ഞു. മൂന്നാമതുണ്ടായ മകനെ എൻ്റെ ജനമല്ല എന്നർത്ഥമുള്ള ലോ അമ്മി എന്ന് വിളിക്കാൻ പറഞ്ഞു.
എന്നാൽ ദൈവം തൻ്റെ കരുണയാൽ ഇസ്രായേലിനോട് യഹൂദയോടും ക്ഷമിക്കുന്ന കാലം വരും, അവർ ഇരുവരും ഒരിടയന്റെ കീഴിൽ ഒന്നാകും എന്ന് പറഞ്ഞ് ഈ അധ്യായം അവസാനിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വേദപുസ്തകത്തിൽ എഴുതിയിട്ടുള്ളതെല്ലാം അക്ഷരപ്രകാരം നിറവേറിയിട്ടുണ്ട്. ഇസ്രായേൽ ദൈവത്തെ വിട്ട് പ്രസംഗം ചെയ്തു. രണ്ടു കൂട്ടരുണ്ടായിരുന്നല്ലോ, വടക്കേ രാജ്യമായ ഇസ്രായേലും തെക്കേ രാജ്യമായ യഹൂദയും. അവര് ദൈവത്തെ ഉപേക്ഷിച്ച് വിഗ്രഹാരാധന ആദ്യം അവർ രഹസ്യമായി ചെയ്തു, പിന്നീട് പരസ്യമായിട്ട് ദുർമന്ത്രവാദങ്ങളും അഭിചാരവും ലക്ഷണവും മുഹൂർത്തവും ശകുനവും ഒക്കെ നോക്കാനിടയായി. അതുകൊണ്ട് ദൈവം അവരെ ഉപേക്ഷിക്കാൻ, ശിക്ഷിക്കാൻ തയ്യാറായി. എന്നാൽ ആ ശിക്ഷ അവർക്ക് ഗുണമായി. അവര് ദൈവത്തെ വിളിക്കുവാൻ തയ്യാറായി. ദൈവം അവരോട് ക്ഷമിക്കുവാനും അവർക്കിടയനാകാനും തയ്യാറായി. നമ്മുടെ ഭാഗത്ത് ദൈവത്തിന് പകരം നമ്മുടെ ആരോഗ്യത്തെയോ സൗന്ദര്യത്തെയോ ധനത്തെയോ ജോലിയെയോ അല്ലെങ്കിൽ ബന്ധുക്കളെയോ നമ്മുടെ സ്വാധീനങ്ങളെയോ ഒക്കെ ദൈവമായിട്ട് കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അത് വിഗ്രഹങ്ങളാണ്. ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കാൻ, നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി ഭൂമിയിൽ വന്ന് കുരിശിൽ മരിച്ച യേശുവിനെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം. ഇല്ലെങ്കിൽ കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനത്തിൽ വായിക്കുന്നത് 16-ാമത്തെ 22-ാം വാക്യം, കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ. ഇതുപോലെ നമ്മെ സ്നേഹിച്ച കർത്താവിനെ തിരിച്ച് സ്നേഹിച്ച് കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ, നമ്മുടെ കഴിവുകൾ അവൻ അർപ്പിക്കുവാൻ ദൈവം നമ്മെ ഒരുക്കട്ടെ, സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.